ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് SAT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലും 3ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ കുടുംബം. ചാപ്റ്റർ 3 നമ്മുടെ കുടുംബം. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, എന്നാൽ ചില കോൺസെപ്റ്റുകളുണ്ട് ഇതിനകത്ത്. നമ്മളതൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. അച്ഛനും അമ്മയും മക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം. കുടുംബത്തെ നിർവചിച്ചേക്കുവാണ്. എന്താ പറയുന്നത്? അച്ഛനും അമ്മയും മക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം. ജനനം ഒരാളെ ഒരു കുടുംബത്തിലെ അംഗമാക്കുന്നു. സാധാരണയായി ജനനം മുതൽ മരണം വരെ നാം കുടുംബത്തിൽ ജീവിക്കുകയും കുടുംബം നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വളർച്ചയിലും പെരുമാറ്റത്തിലും കുടുംബത്തിനുള്ള പങ്ക് വലുതാണ്. നമ്മുടെ അടിത്തറവാകുന്നത് എവിടെയാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്, അല്ലേ? നമ്മുടെ ആദ്യത്തെ സമൂഹം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കുടുംബമാണ്. നമ്മൾ കുടുംബത്തിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നത്? ആർജിച്ചെടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ കുടുംബത്തിന് വളരെ വലിയൊരു പങ്കുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും എന്തോ ഉണ്ട്? കുടുംബങ്ങളുണ്ടല്ലേ? ഓരോ വീടുകളിലും കുടുംബമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കുടുംബങ്ങൾ ചേരുമ്പോൾ എന്തോ ഉണ്ടാവുന്നു? സമുദായം ഉണ്ടാവുന്നു. പല കുടുംബങ്ങൾ ചേരുമ്പോൾ എന്തോ ഉണ്ടാവുന്നു? സമുദായവും പല സമുദായങ്ങൾ ചേർന്ന് സമൂഹവും ഉണ്ടാകുന്നു. ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വ്യക്തികൾ ചേരുമ്പോൾ എന്തോ ഉണ്ടാകുന്നു? കുടുംബമാകുന്നു. കുടുംബം ചേരുമ്പോൾ സമുദായമാകുന്നു. സമുദായം ചേർന്ന് ഒരു സമൂഹമായിട്ട് മാറുന്നു. കുടുംബം സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം. സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും ആദ്യമായി നാം പഠിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ്. സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പുവരുത്തുന്നു. സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ്. അതുകൊണ്ടാണ് കുടുംബത്തെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണി അമ്മ, അമ്മമ്മ പാറുക്കുട്ടി അമ്മ, അമ്മമ്മയുടെ അമ്മയോ, ഇത്രയുള്ളൂ എൻ്റെ അറിവിൻ്റെ വലിപ്പം. എന്താ കവിതയിലൂടെ പറയുന്നത്? ഒരു കൊച്ചുകുട്ടിക്ക് ആദ്യത്തെ ലോകം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ കുടുംബമാണ്, അല്ലേ? അവൻ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ പറയുന്നത് അങ്ങനെയാണ്. എന്നിലൂടെ എന്ന കവിതയിൽ പറയുകയാണ്. കുഞ്ഞുണ്ണി മാഷ് ആണ് ഈ കവിത എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിയുടെ ആദ്യ സമൂഹം എന്ന് പറയുന്നത് എന്താണ്? കുടുംബമാണ്. അവിടെ നിന്നാണ് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. ഓക്കെ, കുടുംബ രൂപീകരണം. ജനനം ഒരു വ്യക്തിയെ കുടുംബത്തിലെ അംഗമാക്കുന്നു. കുടുംബത്തിലെ ചില അംഗങ്ങൾ രക്തബന്ധത്താൽ ഒന്നിച്ചവരാണ്. ഒരാൾക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടുമുള്ള ബന്ധം രക്തബന്ധമാണ്. നമുക്കറിയാം, നമ്മുടെ അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ വീട്ടിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം എന്താണ്? രക്തബന്ധമാണ്. എന്നാൽ വിവാഹത്തിലൂടെയും ആളുകൾ ബന്ധുക്കളാകാറുണ്ടല്ലേ? അപ്പോൾ വിവാഹത്തിലൂടെയും ആളുകൾ ബന്ധുക്കളാകുന്നു. മക്കളില്ലാത്ത പല ദമ്പതികളും കുട്ടികളെ ദത്തെടുത്ത് വളർത്താറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കുടുംബം ഉണ്ടാകുന്നത്? രക്തബന്ധത്തിലൂടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ്? വിവാഹത്തിലൂടെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം എങ്ങനെയാണ് പറയുന്നത്? ദത്തെടുക്കുന്നതിലൂടെ ഒരു കുടുംബം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. അണുകുടുംബം കാണിച്ചിട്ടുണ്ട്, വിസ്തൃത കുടുംബം കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കൂട്ടുകുടുംബവും കാണിച്ചിട്ടുണ്ട്. കണ്ടോ? അണുകുടുംബത്തിൽ ആളുകൾ വളരെ കുറവായിരിക്കും. പിന്നെ വിസ്തൃത കുടുംബം വരുമ്പോൾ കുറച്ചുകൂടെ ആളുകൾ കാണും. കൂട്ടുകുടുംബം എന്ന് പറയുമ്പം ഒരുപാട് ആളുകളുണ്ടല്ലേ? നമുക്ക് നോക്കാം അതിനെക്കുറിച്ച്. നമ്മൾ 3 ചിത്രവും കണ്ടു. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ എന്താ പറയുന്നത്? അച്ഛനും അമ്മയും മക്കളും മാത്രമുള്ള കുടുംബം എന്താണ്? അണുകുടുംബമാണ്, ന്യൂക്ലിയർ ഫാമിലിയാണ്. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ കണ്ടത്? അച്ഛനും അമ്മയും അവരുടെ മക്കളും അടങ്ങുന്നുണ്ടല്ലേ? അപ്പോൾ ആ ഒരു കുടുംബത്തെ എന്താ പറയുന്നത്? വിസ്തൃത കുടുംബം എന്നാണ് പറയുന്നത്, അല്ലേ? അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് വിസ്തൃത കുടുംബം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താ പറയുന്നത്? 3ാമത്തെ ചിത്രത്തിൽ എന്താ നമ്മൾ കണ്ടത്? ഒരു കുടുംബം വളരെ വലുതാണ്, അല്ലേ? കുടുംബം വളരെ വലുതാണ്. 3-4 തലമുറകൾ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുകയാണ് ചെയ്യുന്നത്. ആ കുടുംബത്തെയാണ് എന്ത് പറയുന്നത്? കൂട്ടുകുടുംബം എന്ന് പറയുന്നത്, ജോയിന്റ് ഫാമിലി. നമുക്കറിയാം, പണ്ട് കാലത്ത് എല്ലാവരും എങ്ങനെയായിരുന്നു? ജോയിന്റ് ഫാമിലി ആയിരുന്നു, അല്ലേ? എല്ലാവരും കൂട്ടുകുടുംബമായിട്ടാണ് താമസിച്ചത്. എന്നാൽ ഇന്ന് ജോലി സാധ്യതയുടെയൊക്കെ അടിസ്ഥാനത്തിൽ
എല്ലാവരും എന്ത് ചെയ്യുകയാണ്? മാറി മാറി താമസിക്കുകയാണ് അല്ലേ? ഇന്ന് കൂടുതലും എന്ത് നമ്മൾ കാണുന്നത്? അണുകുടുംബമാണ് കൂടുതലും കാണുന്നത് അല്ലേ? പിന്നീട് എന്താണ്? വിസ്തൃത കുടുംബമൊക്കെ റയർ ആയിട്ടുണ്ടല്ലേ? ശരി. ഇവിടെ നോക്കിക്കേ, കുടുംബത്തിന്റെ സവിശേഷതകൾ. ഇവിടെ നോക്കിക്കേ, പല രാജ്യത്തിലുള്ള ആളുകളുടെ ചിത്രം ഇവിടെ കാണിച്ചേക്കുന്നത് കണ്ടോ? എല്ലാവരും എങ്ങനെയാണ് ജീവിക്കുന്നത്? കുടുംബമായിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ ചിത്രത്തിൽ കണ്ടു, വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്നവര് എങ്ങനെയാ താമസിക്കുന്നത്? കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മാത്രമാണോ കുടുംബം ഉള്ളത്? അല്ല, എല്ലാ രാജ്യങ്ങളിലും എന്തുകൊണ്ട്? കുടുംബമുണ്ട്. ലോകത്ത് എല്ലായിടത്തും എന്തുകൊണ്ട്? കുടുംബമുണ്ട്. ദേശഭാഷകൾക്ക് അതീതമായി കുടുംബം എല്ലാ സമൂഹങ്ങളിലും നിലകൊള്ളുന്നു. എന്താ പറയുന്നത്? ദേശഭാഷകൾക്ക് അതീതമായി കുടുംബം എല്ലാ സമൂഹങ്ങളിലും നിലകൊള്ളുന്നു. ഇത് കുടുംബത്തിന്റെ ഒരു സവിശേഷതയാണ്. കുടുംബത്തിന്റെ ധർമ്മങ്ങൾ. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായിട്ടും ചില കാര്യങ്ങൾ വേണം അല്ലേ? ഇതൊക്കെ നമുക്ക് സാധ്യമാകുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് അല്ലേ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയെല്ലാം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നത് നമ്മുടെ കുടുംബമാണ്. ഇനി ഇവിടെ പറഞ്ഞേക്ക് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് മാതാപിതാക്കളോടും അവർക്ക് നിങ്ങളോടും സ്നേഹമുണ്ട്. കുടുംബാംഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പരസ്പരാശ്രയത്വവും സഹകരണ മനോഭാവവും നല്ല വ്യക്തികളാകാൻ നമ്മെ സഹായിക്കുന്നു. ശരിയല്ലേ? നല്ലൊരു വ്യക്തി ഉണ്ടാവണമെങ്കിൽ എങ്ങനെയാണ്? കുടുംബത്തിൽ നിന്ന് അടിത്തറ പാകിയതിനു ശേഷമാണ് നല്ലൊരു വ്യക്തി ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയെ കിട്ടണമെങ്കിൽ എങ്ങനെയാണ്? കുടുംബാംഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പരസ്പരാശ്രയത്വവും സഹകരണ മനോഭാവവും നല്ല വ്യക്തികളാകാൻ നമ്മെ സഹായിക്കുന്നു. അങ്ങനെ ഒരു മനോഭാവം ഒന്നും ഇല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാകാൻ കഴിയുമോ? ഇല്ല. ശരി, ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം. ഓക്വേൺ പറഞ്ഞേക്കുന്നതാണ്. എന്താ പറയുന്നത്? കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം. നമുക്കറിയാം, നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ പെരുമാറുന്ന രീതിയാണോ നമ്മൾ വലുതാകുമ്പോൾ? അല്ല, നമുക്ക് അതിൽ നിന്ന് എന്താണ്? മാറ്റം ഉണ്ടാകുന്നുണ്ടല്ലേ? നമ്മൾ വ്യക്തിയാകുമ്പോൾ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന സ്വഭാവം വ്യത്യസ്തമായിരിക്കും അല്ലേ? അച്ചടക്കം, മര്യാദ, പങ്കുവയ്ക്കൽ തുടങ്ങിയ ഗുണങ്ങൾ കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് സുഖമില്ലാതാകുമ്പോൾ വീട്ടിലിരിക്കണമെന്ന് ആഗ്രഹിക്കാറില്ലേ? നമുക്ക് എന്താണ്? വയ്യാതിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം? നമ്മുടെ വീട്ടിലിരിക്കാനാണ് അല്ലേ? നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണമെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് ഉറങ്ങാനാണ് നമുക്ക് ആഗ്രഹം. എന്താ ഇവിടെ പറയുന്നത്? വീട്ടിൽ കിട്ടുന്ന സുരക്ഷിതത്വ ബോധം നമുക്ക് മറ്റൊരിടത്തു നിന്നും പൂർണ്ണമായി ലഭിക്കാറില്ല. കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നത് എവിടെ നിന്നാണ്? കുടുംബമാണ്. സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക എന്നത് കുടുംബത്തിന്റെ ധർമ്മമാണ്. നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. കുടുംബത്തിന്റെ പ്രയോറിറ്റിയെക്കുറിച്ച് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് നല്ലൊരു പൗരൻ എങ്ങനെ ആവുന്നു എന്നും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കുന്നത് ആരാണ്? കുടുംബമാണ്. ഓക്കെ, കുടുംബത്തിൽ നിന്നാണ് ഒരു കുട്ടിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. ഓക്കെ, ശരി.